അതിനെ അമ്മമ്മ പറഞ്ഞു, വല്യമ്മമ്മ, എടി മോളെ, ഓള് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നൊന്നും നീ വെറുപ്പ് പിടിക്കല്ല എന്ന് പറഞ്ഞ്. എന്ത് കാര്യമുണ്ട്, എന്ത് കാര്യമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് അമ്മ പറയുന്നു. അന്നേരം, എടി കുട്ടീൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിന് നീ എങ്ങനെ വാശി പിടിക്കുന്നത്? ഓളെ ഇവിടുത്തെ സ്കൂളിലാക്കി കൊടുക്ക്. ഗവൺമെൻറ് സ്കൂളല്ലേ, വെറുതെ അല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിന് പണത്തിൻ്റെ ചിലവൊന്നുമില്ലല്ലോ എന്ന് വല്യമ്മമ്മ പറഞ്ഞ്. അതിന് അമ്മ അങ്ങോട്ട് മറുപടി പറഞ്ഞ്, എല്ലാവരും ഇത് തന്നെയല്ലേ പറയുന്നത്, വേറെ മറ്റു വല്ല വാക്കുകളൊന്നും അറിയില്ലേ അമ്മേ? എന്താ ഇങ്ങനെ? വീട്ടിലാണ് ശൗചര്യമില്ലാണ്ടാണ് പുറത്തു പോയത്, അവിടെ പോയി നോക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേടെ. എന്താ ചെയ്യുക? ഇവളിപ്പോൾ സ്കൂളിൽ പോയിട്ടാണോ ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ട് ശരിയാക്കാൻ പോകുന്നത്? ഞാനൊക്കെ സ്കൂളാണോ പഠിച്ചത്? ഞാൻ ജീവിച്ചിക്കില്ലേ? നിങ്ങൾ സ്കൂളിൽ പോയിനാ? ഇല്ലല്ലോ. പിന്നെന്താ എല്ലാ സ്ഥലത്തും സ്കൂളിൽ പോകണോ, പഠിക്കണോ, സ്കൂളിൽ പോകണോ, ഇതന്നെയാ. വേറെ എന്തെങ്കിലും വാക്കുണ്ടോ പറയാൻ എന്ന് അമ്മ പറഞ്ഞ്. എന്നിട്ട് എന്ത് ചെയ്യാനാ നീ? ഇവരുടെ അടുത്തൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മ വിചാരിച്ച്, ശരി, ഇവരെയൊക്കെ സമാധാനപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കളത്രം പറയാം, ഇല്ലെങ്കിൽ ഈറ്റികളടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നമ്മ തീരുമാനിച്ച്. എന്നിട്ട് വല്യമ്മയോട് പറഞ്ഞു, ആ എന്നാൽ ശരി, ഇവിടുത്തെ സ്കൂളിൽ ഇവിടെ ആക്കിയിട്ട് ഞാൻ കേരളത്തിൽ പോവാം. അവിടെ എവിടെയെങ്കിലും പുഴയോ ഇല്ലേ റെയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെയിലിൽ തല വെക്കുവോ, പുഴച്ചാടുവോ, എന്തെങ്കിലും ആക്കിക്കോട്ടെ. ഇവക്കിപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതല്ലേ ഒക്കെ, അതല്ലേ പ്രധാനം എന്നമ്മ പറഞ്ഞു. അപ്പം അമ്മമ്മ പറഞ്ഞു, എടീ, എല്ലാവരും ഇപ്പം കുട്ടികളെ സ്കൂളിൽ ചേർത്തിട്ട് വണ്ടിക്ക് തല വെക്കാനും പുഴ ചാടാനാണ് പോയത്, ഇനി അത് ചെയ്യാൻ പോന്ന് എന്ന് വല്യമ്മമ്മ പറഞ്ഞു. അതിന് അമ്മ മറുപടി പറഞ്ഞു, എല്ലാരെ പോലെയാണോ ഞാൻ? എല്ലാവർക്കും കിട്ടിയ ജീവിതം പോലെയാണോ എനിക്ക് കിട്ടിയത്? ഇല്ലാരോ, എനിക്ക് മറിച്ചല്ലേ. നിങ്ങളെ അനിയത്തിയും എല്ലാവരും കൂടി എന്നെ ഒന്നിൻ്റെ തലയെ കെട്ടി വെച്ചിക്കില്ലേ? ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ കണ്ണ് കാണുന്നത് ഇല്ലാലോ. പക്ഷെ നിങ്ങളൊക്കെ വളർത്തിയ കുട്ടിയല്ലേ ഞാൻ, നിങ്ങളെ അനിയത്തീൻ്റെ മോളല്ലേ. എന്നോടില്ലാത്ത സ്നേഹം ഇവളോട് എന്തിനാ നിങ്ങൾക്ക് ഇത്ര? എനിക്കതാ അറിയാൻ വയ്യാത്തത് എന്ന് അമ്മ പറഞ്ഞു. എടി മോളെ, അങ്ങനെയൊന്നും പറയരുത്. അത് നിൻ്റെ ചോറയിൽ പിറന്ന കുട്ടിയല്ലേ, നീ പ്രസവിച്ച കുട്ടിയല്ലേ, നിൻ്റെ കുട്ടിയല്ലേ, ഞങ്ങളുടെ പേരക്കുട്ടിയല്ലേ. ഞങ്ങൾക്ക് അതിനോട് സ്നേഹം ഉണ്ടാവില്ലേ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഇങ്ങനെയാണോ എനിക്കിങ്ങനെയാണോ ഞാൻ പറഞ്ഞു കൊടുത്തത്? ചെറിയ കുട്ടിയിൽ നീ വളർന്നത് ഒന്നും ഇങ്ങനെ ആയിപ്പോയല്ലടി എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് എന്നെ വേണ്ടാണ്ടായാ എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു. എടി, ആരെങ്കിലും മറുപടി പറയുമ്പോൾ ഇങ്ങനെ മുഖത്തടിച്ച വർത്താനം പറയല്ലേ. വേണ്ടാണ്ട എന്നാണോ ഞാനിപ്പം പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം നീ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, അതിനുള്ള കഴിവ് നിനക്കില്ല. ആ കഴിവുണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ വർത്താനമൊന്നും പറയില്ലായിരുന്നു എന്ന് വല്യമ്മമ്മ പറഞ്ഞു. ശരി, എനിക്ക് കഴിവില്ല, അത് ഞാൻ സമ്മതിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും കഴിവുണ്ടല്ലോ. എന്നാലും എനിക്ക് ലേശം അസൂയുണ്ട് എന്ന് പറഞ്ഞു.
വല്യമ്മ പറഞ്ഞ്, അസൂയ എന്ന് പറഞ്ഞാൽ ആരോടാ എനിക്ക് എന്ന് ചോദിച്ചു. ഇവളോട് തന്നെ അല്ലേ? എല്ലാവരും, കുടുംബക്കാരും അല്ലാത്തോലും പുറത്തുള്ളവരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഓളെ സൈഡ്. ഓള് പാവാണ്, ഓള് കുട്ടിയാണ്, ഓള് പഠിക്കണം, ഓള് പഠിച്ചിട്ട് വലിയ ആളാവണം, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം. സപ്പോർട്ടിന് ഇത് എത്ര ലക്ഷക്കണക്കായ ആൾക്കാരാണ് അവൾക്കുള്ളത്. പക്ഷെ എനക്കോ എൻ്റെ വീട്ടിലുള്ള പ്രസവിച്ച അമ്മ വരെ ശത്രുവാ. ഇതെന്തൊരു ജാതക എൻ്റെത് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു. അതിന് അമ്മമ്മ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു, എടി മോളെ, അതൊക്കെ നിനക്ക് തോന്നുന്നതാ. ആരും തന്നെ ഇവിടെ ശത്രുവായിട്ട് കാണുന്നില്ല. എൻ്റെ അനിയത്തിയോ ഞാനോ അല്ല ഇനിയൊരു അനിയത്തിയോ നിൻ്റെ ഭർത്താവോ ആരും നിന്നെ ശത്രുവായിട്ട് കാണുന്നില്ല. പക്ഷെ നിനക്ക് മനസ്സിൽ പോലെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ, അത് മാത്രം, അത് വിട്ടുകള. അത് നിൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയി, പിന്നൊന്നുമില്ല, സുഖമായിട്ട് കൊണ്ടുപോകാൻ ജീവിതം മുന്നോട്ടേക്ക്. നീ അത് മനസ്സിലാക്കി. അല്ലാണ്ട് ഇങ്ങനെ കയറും വിടില്ല കാളയും വിടില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വലിച്ച് നിൽക്കരുത് എന്ന് വല്യമ്മമ്മ പറഞ്ഞു അമ്മേനോട്. ഓ, ഇപ്പോൾ അങ്ങനെ ആയിപ്പോയില്ലേ? കയറും കാളയൊക്കെ പിടിച്ചു വെക്കുന്നത് ഞാനാ, നിങ്ങളാരുമില്ല. നിങ്ങളാരും ഒരു തെറ്റും ചെയ്യൂലല്ലോ. നിങ്ങളെല്ലാം നല്ല ആൾക്കാരല്ലേ, മാന്യന്മാരല്ലേ, ബുദ്ധിയുള്ളവരല്ലേ. എന്നെപ്പോലത്തെ വെഡ്ഡിയാണോ? അല്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിഞ്ഞൂടെ? എനിക്കല്ലേ ഒന്നും അറിയാത്തത്. അങ്ങനെ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങളോടെല്ലാം ഈ സംസാരിക്കാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു തലയിലെടുത്ത് ഞാൻ ഈ കല്യാണത്തിന് നാട്ടിലേക്ക് വരണ്ടേനും വെറുതെ ആവശ്യമില്ലാണ്ട് നിങ്ങൾ അനിയത്തി എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതല്ലേ. അതിൻ്റെ ആവശ്യമുണ്ടോ? എന്നെ എന്തിനാ ക്ഷണിക്കുന്നത്? വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഉന്തി പുറത്താക്കിയതല്ലേ ഇവിടുന്ന്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് നോക്കി കണ്ടുപിടിച്ച് തരുമോ? ഞാൻ നന്നാവണം, എൻ്റെ ജീവിതം നന്നാവണമെന്ന് അമ്മേൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ കണ്ടുപിടിക്കുമോ? ഇല്ല, നല്ലതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവൂലേ. ഇതെങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നൊരു ഇതിലല്ലേ എന്നെ പുറത്തേക്ക് വലിയൊരു കുണ്ടിലേക്ക് തള്ളിയിട്ട പോലെ ഇവൻ്റെ തലയിൽ എന്നെ കെട്ടിവെച്ചത് എന്ന് അമ്മ പറഞ്ഞ്. അതിന് അമ്മമ്മ പറഞ്ഞ്, എടി മോളെ, കഴിഞ്ഞതൊന്നും നീ പിന്നെയും പറയില്ലേ, പിന്നെയും തോണ്ടരുത്. എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവും. അതൊക്കെ ഓരോരാളുകളും സഹിച്ചുകൊണ്ട് അതൊക്കെ എല്ലാം ഞാൻ കണ്ടില്ല നോക്കിയില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഓരോരോ ആൾക്കാരും ജീവിക്കുന്നത്. ഓരോരോ വീട്ടിലും എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത വീട് ലോകത്തിൽ എവിടെയില്ല. പക്ഷെ നിനക്ക് തോന്നുന്നത് എങ്ങനെയാണ്? നമ്മളെ മാത്രം എങ്ങനെ അനുഭവിക്കുന്നു, നമുക്കാണ് ഇങ്ങനത്തെ ജീവിതം കിട്ടിയത് എന്നൊക്കെയാണ് നീ വിളിച്ച് പറയുന്നത്. പക്ഷേ നിനക്ക് കിട്ടിയ ജീവിതം നല്ല ജീവിതമാണ്, ആ മനുഷ്യൻ നല്ല ആളാ. പക്ഷേ നീ വായി തോന്നിയതൊക്കെ ഈ വിളിച്ച് പറയുന്നതൊക്കെ സഹിക്കുന്നു വെച്ചിട്ട്, വീട്ടുകാർ സഹിക്കുന്നു വെച്ച് ആ മനുഷ്യൻ ഇവിടെ കയറി വന്നതല്ലേ. അന്നേരം അതിനുള്ളൊരു ബഹുമാനം അങ്ങോട്ട് കാട്ടണ്ടടി. നീ ഇങ്ങനെ 24 മണിക്കൂറും റേഡിയോ തുറന്ന പോലെ ഇങ്ങനെ പളപളേന്നിങ്ങനെ എന്തെങ്കിലും വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാലോ? അതിനൊരു അതിരില്ലേ സഹിച്ചിരിക്കാനൊക്കെ? അതിര് ഇല്ലാത്ത കൊണ്ടാണ്, അയാൾ സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പോയിട്ട് വെള്ളം അടിക്കുന്നത്. അതിനാരാ കാരണം? ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ, പിന്നെ നീ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാ. നീയാണ് അതിന് കാരണം. നിൻ്റെ നാവ് ഒന്ന് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ വർത്തമാനം അയാൾ അതിന് പോവില്ല. നല്ല പോലെ എടുത്ത് പറയുക, ഇനി നിങ്ങളെ മദ്യപിക്കരുത്, ഇതുവരെ ചെയ്തത് പോട്ടെ, ഇനി അങ്ങനെ വേണ്ട, നമുക്ക് നല്ലോണം ജീവിക്കണ്ടേ, ഈ അധ്വാനിക്കുന്ന പൈസയൊക്കെ വെറുതെ ഇങ്ങനെ കളയല്ലേ, നമുക്ക് എല്ലാ കാലവും അധ്വാനിക്കാൻ നമുക്ക് ഉണ്ടാവില്ല ശരീരത്തിൽ. എല്ലാ കാലവും ഇങ്ങനെ വാടക വീട്ടിൽ നിൽക്കാൻ പറ്റും? നമുക്കൊരു സ്വന്തം ഒരു ചെറിയൊരു കൂട് വെക്കണ്ടേ? ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങാം, അതിന് പൈസ കൊണ്ടുവെക്കാം, പതുക്കെ ഒരു കുറിയൊക്കെ വെച്ചിട്ട് ഒരു
കൂടുണ്ടാക്കാം ഞമ്മക്ക്. അങ്ങനത്തെ ഒരു നല്ല വർത്താനം പറഞ്ഞു പഠിക്കടി. 35 വയസ്സായില്ലേ, വയസ്സായിട്ട് എന്ത് കാര്യമുണ്ട് എന്ന് വല്യമ്മ അങ്ങോട്ട് പറഞ്ഞു. അതിന് അമ്മയ്ക്ക് കരച്ചിൽ വന്ന് കരഞ്ഞ്. ഓ, ഞാൻ നിങ്ങളെ അടുത്ത് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല അമ്മേ. നിങ്ങളെങ്കിലും എൻ്റെ സൈഡിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പോൾ നിങ്ങളെ ഉള്ളിലും ഇത്രയുണ്ടല്ലേ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു ചീത്ത ധാരണയായിട്ടല്ലേ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കാരണമാണോ അയാൾ കുടിക്കുന്നത്? ഞാൻ കാരണമാണോ അയാൾ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്. അയാൾ മദ്യപിച്ചിട്ട് വന്ന് നല്ലോണം മൂക്കറ്റോളം തള്ളിയിട്ട് ഇവിടെ വന്ന് എൻ്റെ മുടി വലിച്ച് താഴെ ഇട്ടിട്ട് നെഞ്ഞത്ത് കയറി ചവിട്ടലും ബെൽറ്റൂരി അടിക്കലും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ അയാൾ ചെയ്യുന്നത് എന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു. എടി മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ഇതിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അതിനൊക്കെ മനസ്സിലാവുന്നില്ല. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.